ഹലോ ഗായ്സ്, പോളിക്കാനുപോച്ചതിൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗായ്സ്, നമ്മളിന്ന് പിന്നെയും വന്നിക്കാണ് മൈൻക്രാഫ്റ്റ് ബേറ്റ വേർഷൻ ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടെന്ന് വിചാരിക്കണം. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇന്ന് പിന്നെ നമ്മൾ ഇന്ന് വില്ലേജ് തപ്പാൻ പോവാണ്. അപ്പോൾ നമ്മളെ വേൾഡ് എടുക്കുകയാണ്. ഇന്ന് എന്തായാലും ഗായ്സ് നമ്മളൊരു വില്ലേജ് എന്തായാലും ഉണ്ടാക്കണം. പക്ഷെ ഞാൻ ഇന്നലെ വീഡിയോ എടുക്കുമ്പോൾ എന്ത് ചെയ്ത് കുണിച്ചിട്ടാണ്, ഞാൻ നല്ല ചെറിയൊരു ഹൗസ് ഉണ്ടാക്കിയിരുന്നു. അത് ഞാൻ ഇന്നലെ കാണിച്ചിട്ടില്ല. അത് ഗായ്സ് ഞാൻ എന്തായാലും ഇന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇവിടെ കാണേണ്ടത് ഇതിപ്പോൾ ലോഡിങ് ആണ്. ഇതിപ്പോൾ ഒന്ന് വേഗം വരട്ടെ. അങ്ങനെ ഗായ്സ്, ഇതാ നമ്മളെ മൈൻക്രാഫ്റ്റ് വന്നിക്കണു. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. നിങ്ങൾക്ക് കാണാറില്ല, ഒരു കുഞ്ഞു വീടാണ്. ഇതാ ഇവിടെ നമ്മളിതാ ഇവിടെ തന്നെയാണ്. ഇവിടുന്ന് പോയിട്ട് തന്നെ അല്ലേ. ഇതേ ഒരു ചെറിയൊരു വീട്. ഇവിടെ ഒരു പെട്ടിയിൽ എന്താ നമ്മളെ മെയിൻ സാധനങ്ങളൊക്കെ ആക്കി വെച്ചേക്കണം. നമ്മൾ ഒക്കെ സെറ്റാക്കി വെച്ചേക്കണം. നമ്മളിഞ്ഞ് ഓപ്സീഡിനും കാര്യങ്ങളതൊക്കെ ഇരിക്കട്ടെ, ഇതൊക്കെ ആസിൽ ഉണ്ട്. പക്ഷെ അത് മെയിൻ ഇതാണ്. എന്തായാലും ഗായ്സ്, നമുക്ക് ഇന്ന് വില്ലേജ് തപ്പാൻ വേണം. അതിൻ്റെ മുമ്പ് നമുക്ക് കുറച്ച് സ്റ്റോൺ എന്തായാലും എടുക്കണം ഗൈസ്. നമുക്ക് ഇന്ന് ഞാൻ സ്റ്റോൺ എടുക്കട്ടെ. അയ്യോ, മഴ പെയ്തല്ലോ, കറക്റ്റ് ടൈം. നമ്മൾ വന്നെന്ന് കണ്ടപ്പോഴാണ് ഗൈസ് മഴ പെയ്യണ്. ഇവിടെ കോളുണ്ട് ഗൈസ്. നമുക്ക് കോൾ എന്തായാലും എടുക്കാം. ഇവിടെ മൊത്തം കോളാലോ. പിന്നെ സെറ്റായി പുതിയ ന്യൂ റെസിപ്പി ഗൈസ്. അയ്യോ, ഈ ടൈമിന് ഗൈസ് സോംബികൾ ഉണ്ടാവുക ഒരു ചെറിയൊരു പേടിയുണ്ട്. കാരണം മഴ ഉണ്ടാകുമ്പോൾ സോംബികൾക്ക് കുഴപ്പമില്ല. അപ്പം എന്തായാലും നമുക്ക് സൂക്ഷിച്ച് പോവാം. ഇവിടെയൊക്കെ കോളുണ്ടല്ലോ. നമ്മളെ വാലിൻ്റെ പവർ കുറച്ച് കുറഞ്ഞിക്കണ് ഗൈസ്. എന്നാലും നമ്മൾ കുറേ പശുവിനും ഇതിനൊക്കെ ഒന്നല്ല, അപ്പോൾ പവർ കുറച്ച് കുറഞ്ഞിക്കണു. എന്നാലും നമുക്ക് റെഡി ആക്കാം. എന്തായാലും ഒക്കെ കോൾ എടുക്കട്ടെ. അയ്യോ, സോംബിയോട് വരാണ്ടിരുന്നതിന്നു. ഇത് തീരുന്നില്ലല്ലോ ഗൈസ്. ഈ കോൾ എടുക്കുമ്പോൾ ഗൈസ് നമുക്ക് ഈ XP ഇറങ്ങേണ്ട സാധനം കിട്ടും ഇങ്ങനെ. അയ്യോ, ഇനി ഇത് കൂടി ഉള്ളു. ഇത് കൂടി കഴിഞ്ഞു. അയ്യോ, അതും കഴിഞ്ഞു. ഇനി എന്തായാലും ഗൈസ് നമുക്ക് മേലേക്ക് പോവാം. മേലേക്ക് പോകാൻ എൻ്റെ അടുത്ത് വുഡ് ഉണ്ട്. അയ്യോ, 1 2 സോംബിയോട് ഇവിടെ ഇല്ലല്ലോ. ആരുമില്ല ഗൈസ്. ഒരു സമാധാനമായി. എനിക്ക് ഈ ഒരു സ്ക്രീന് വലിയൊരു സെൻസിറ്റീവ് ആകട്ടെ. അങ്ങനെ ഗൈസ് ഞാൻ അത് ഏകദേശം സെറ്റാക്കിക്കണു. ഒരു ആമൊക്കെ ഉണ്ട് ഇവിടെ നിൽക്കണു. നമുക്ക് അതൊന്നല്ല കാര്യം. ഇവിടെ കുറേ ഗോൾഡ് ഗൈസ്. എന്തായാലും സെറ്റായി. സ്റ്റോൺ നിറങ്ങാണ്ട് വന്നിക്കണ ഗൈസ്. നമ്മൾ കോൾ എടുക്കാനാണ്. എന്തായാലും ഫുൾ കോൾ എടുക്കട്ടെ. നമുക്ക് ഫുൾ കോൾ എടുക്കണം. കുറേ കോളുണ്ട് ഇവിടെ, കണ്ടമാനുണ്ട്. ഞാൻ ഇവിടെ തന്നെ എന്താ വീട് വെച്ചെന്ന് പറഞ്ഞാൽ ഇവിടെ കോള് ഞാൻ കണ്ടിരുന്നു. കോള് കണ്ടപ്പോൾ ഗൈസ് ഞാൻ ഇവിടെ വീട് വെച്ചിക്കാണ്. കല്ല് എടുത്തുല്ലേ. കല്ല് പൊട്ടിക്കാട്ടോ ആദ്യം ഞാൻ. എന്നിട്ട് അതും കൊണ്ടൊരു പിക്കാക്സ് ഉണ്ടാക്കിങ്ങാണ്ട് പിന്നെ ഇതാക്കണ ഒരു സെറ്റാകാരും. ഈ കല്ല് ഫുൾ എടുക്കട്ടെ. ഇതുകൂടി ഇവിടെ കയ്യിൽ കണ്ടമാനം കൊണ്ട് സെറ്റ് സാധനമാണ്. അപ്പം ഗായ്സ്, നമ്മൾ ഏകദേശം കുറേ കോളും കാര്യങ്ങളും എടുത്തുക്കണു. ഞങ്ങൾക്ക് എന്തായാലും പോവാം. ഇവിടെ സോംബിനും കാര്യങ്ങളൊന്നും ഗായ്സ് കാണാനില്ല. എന്തായാലും ഇവിടെ കുറേ ഷീപ്പുണ്ട്. ഇതിനൊക്കെ ഒന്ന് ഇതാക്കട്ടെ. ചിക്കൻ നിക്ക് ഒരൊറ്റ വെട്ട്. അയ്യോ, കിട്ടില്ല. കിട്ടി. അയ്യോ, എനിക്ക് അതിനെ കൊല്ലേണ്ട ഒരു മനസ്സില്ല ഗായ്സ്. കാരണം അത് ഉമ്മയും മകനുമാണ്. ഞാൻ അതിനെ കൊല്ലാൻ പോണില്ല. എന്തായാലും ഗായ്സ് ഞാൻ വേഗം വീട്ടിൽ കയറട്ടെ. ഈ കുണൊരുത്തം ഹൈ ബൈ സുഖല്ലേ. അയ്യോ, 1 2 അയ്യോ, 2 3 ബെഡിൻ്റെ ഇതൊക്കെ ഉണ്ട് ഗൈസ്. നമുക്കിപ്പോൾ ഷീപ്പല്ല വേണ്ടത്, ഫുഡാണ് വേണ്ടത്. ഫുഡ് ഇപ്പം എന്തായാലും കിട്ടിക്കണു. 3 റവ് മട്ടൻ കിട്ടിക്കണു. അതിനെ ധാരാളം. ഞാൻ എന്തായാലും ഒക്കെ ഇതാക്കട്ടെ. മഴ ഒന്ന് മറ്റേത് കഴിഞ്ഞിട്ടാൽ മതി. ഞാൻ പെട്ടിയിൽ ഇടണ്ട. ആദ്യം ഇത് ഹെൽത്ത് ഇട്ടട്ടെ. അയ്യോ, അല്ല എന്തെന്ന്. നല്ല ടേസ്റ്റ് ഗൈസ്, സൂപ്പർ ടേസ്റ്റ്. ഫുള്ളായില്ലേ? ഫുള്ളായിക്കണു. ഇതും കൊണ്ടൊക്കെ ഇപ്പോൾ എന്തൊക്കെയോ ക്രാഫ്റ്റ് ചെയ്യും. എനിക്കിത് വലിയ പൊടുത്തല്ലേ സത്യം പറഞ്ഞാൽ. സ്റ്റോണിൻ്റെ ഇത് എടുക്കട്ടെ. പിക്കാക്സ് സെറ്റ്. നമുക്ക് കത്തിൻ്റെ പവർ ഇനി കുറച്ചുകൂടി ഉണ്ടാകും കൊണ്ട് അവിടെ ഇരിക്കട്ടെ.
നിങ്ങൾക്ക് ഇപ്പോൾ എന്താ ഉണ്ട് ഇതൊക്കെ എടുക്കുക. ഇതെന്താ ലൂമി എന്തൊക്കെ സാധനങ്ങളാണ് കഴിച്ച് എനിക്കൊന്നും അറിയില്ല. ഇതെന്താ ഒരു കോയിൻ കിട്ടൂലേ? ഇതുവേണ്ട. നമുക്ക് ഇപ്പം ഏകദേശം രാത്രി ആയിക്കണു. ഞാൻ എന്തായാലും ഉറങ്ങാൻ യു ക്യാൻ സ്ലീപ്പ്. ഓ ഗൈസ് നമുക്ക് ഉറങ്ങാൻ പറ്റൂല. ഇവിടെ എന്താ ഇരിക്കണ്? നമുക്ക് ഉറങ്ങാൻ പറ്റൂല, മഴയും ഇടിയാണെന്ന്. അപ്പോൾ നമുക്ക് ഇനി മേലെ മറക്കേണ്ടി വരും തോന്നുന്നു. അതിന് വുഡ് ഉണ്ട്, ഏകദേശം ഉണ്ട്. നമുക്ക് ഇതൊക്കെ എടുക്കട്ടെ. ഗെറ്റിങ് ഓ നമുക്ക് അച്ചീവ്മെൻ്റ് ഇത് കൂടിയിരിക്കണം. നല്ല 1 2 3 4 5 ഇനിയിപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 5 ഇത് കുറവാണ് ഗൈസ്. എന്തായാലും നമുക്ക് കിട്ടണം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക, അതേ വയ്ക്കുള്ളൂ. 1 2 3 4 ഇനിയും വേണം. രാത്രി ആയിക്കണു ഗൈസ്. ഞാൻ ഉറങ്ങട്ടെ, ഇനി കുഴപ്പമുണ്ടാവില്ല. അയവ ഗൈസ് നമ്മളങ്ങനെ സ്ലീപ്പ് ആയിക്കണു. എന്തായാലും രാവിലെ ആട്ടെ. ഓ ഗൈസ് നമ്മളങ്ങനെ രാവിലെ ആയിക്കണു. ഇപ്പോഴും മഴ നിന്ന് ഗൈസ്. മഴ നിന്ന് നല്ലൊരു സൂര്യോദയം നമുക്ക് കണ്ട് നീച്ച. ഓ സെറ്റ്. ഒരു സോംബികളും കാണില്ല ഗൈസ്, അതാ ഒരു അതിശയം. ഞാനിപ്പോൾ എന്താ കാട്ടെ, നമുക്ക് ഒക്കെ എടുക്കാണ്ട് സത്യം ഒക്കെ എടുക്കാനുള്ളതാണ്. എന്തായാലും ഇപ്പോൾ തൽക്കാലം അവിടെ ഇരുന്നോട്ടെ. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സ്റ്റോണ് കുറച്ച് പോയി ആശയുണ്ട്, ഒക്കെ എടുക്കട്ടെ. നമ്മൾ ഫൈൻഡിങ് വില്ലേജ് ഇറങ്ങാണ്ട് എന്തോ ഫൈൻഡ് ചെയ്ത് ചോദിച്ചാൽ ഞാൻ അതൊക്കെ എടുത്തുങ്ങാണ്ട് പിന്നെ നമുക്ക് വില്ലേജ് തപ്പ ഇറങ്ങാച്ചിട്ടാണ്. ഞാൻ ആദ്യമായി ഇതൊക്കെ എടുക്കട്ടെ. അയ്യോ ഇവിടെ ഇതുണ്ട് 1. അയ്യോ പെട്ടു. ഇതിവിടെ അല്ലേ വെക്കുക. നമുക്കിതൊന്നും എടുക്കട്ടെ. ഇതാ ഞാൻ വെച്ച സ്ഥലം റോങ് ആയി. ഇനി ഇവിടെയാണ് വെക്കേണ്ടത് ഗൈസ്. അയവ സെറ്റ്. ഇനി പിന്നെ പോകില്ല. 1 ഇതും കൊണ്ട് ഫാസ്റ്റായിട്ട് നമുക്ക് എടുക്കാം. അതാണ് ഞാൻ ആദ്യം ഇത് എടുക്കട്ടെ എന്ന് പറഞ്ഞ്. അയവ EXP 4 ആയിക്കണു. ഞാൻ ഈ സ്റ്റോണ് മൊത്തം എടുക്കട്ടെ, കാരണം നമുക്ക് സ്റ്റോണ് നല്ല ആവശ്യമുണ്ട്. സ്റ്റോൺ കൊണ്ടുള്ള കുറേ വെപ്പണാണ്. നമുക്ക് എല്ലാ അനിമൽസിനും ഫാസ്റ്റായിട്ട് പിന്നെ കില്ല് ചെയ്യാം. അടിക്കടിക്ക് ഇങ്ങനെ കുഴിച്ചു പോവാം. ഏകദേശം എത്ര കല്ല് കിട്ടിയാലും കുഴപ്പമില്ല. എന്താ പറയുക ഗൈസ്, എനിക്ക് പിന്നെ ഒരു കാര്യം പറയാണ്ട്. ഞാൻ ഈ വീഡിയോ ഇടുന്നതിന് പ്രത്യേകിച്ചൊരു കാരണമുണ്ട്. കാരണം എൻ്റെ കൂട്ടുകാരൻ എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഓരോ ചാനലിൻ്റെ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണം. ഓൻ്റെ ചാനൽ ഒന്ന് ഗൈസ് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ. സോളോവൈറ്റി എന്നാണ് പേര്. എൻ്റെ ക്ലാസ്സിലെ കൂട്ടുകാരൻ തന്നെയാണ്. എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും പോവാം. അയ്യോ ഇവിടെ ഒരു ഗോൾഡ് ഹോം. ഇവ കുറേ ഉണ്ടല്ലോ. ഇതാണ് ഗൈസ് ഇവിടെ കുറേ ഉണ്ട് ഗൈസ്. ബോണസാണ്. ഇതിപ്പോൾ അയച്ചില്ലെങ്കിൽ ഇപ്പോൾ കാണൂലേന്ന്. ഫാസ്റ്റ് മറ്റേതാണ്, പക്ഷെ എന്നാലും ഇതും കൊണ്ട് എടുക്കുക. ഇതിൻ്റെ ഉപയോഗം കഴിയണ വരെ ഉപയോഗിച്ചാൽ കോള് ഗൈസ്. നമുക്ക് എന്തായാലും ഇതിലൊരു ചലഞ്ച് ഉണ്ട്. ഡയമണ്ട് എന്തായാലും എടുക്കണം ഗൈസ്. എങ്ങനെ ആയാലും എന്തായാലും റെഡി. ഇനി 1 ഡർട്ട് പിന്നെ ഒരു കല്ലോടെ കല്ലിട് ഒന്നുകൂടി. അയ്യോ സെറ്റ്. നമ്മളെ ഹൗസ് അവിടെ ആക്കണം. ഹൗസ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഗായ്സ് സോംബികൾക്ക് ഇന്നത്തെ തീറ്റ ഉസാറായിരുന്നു. ഇനി ഗായ്സ് നമുക്ക് കുറച്ച് മരം ഞാൻ പോയി വെട്ടട്ടെ. കാരണം ഞാൻ ഫുള്ള് കവർ ചെയ്യണമെന്നുണ്ട്. അല്ലെങ്കിൽ വേണ്ട, നമ്മളിനി പോവല്ലേ. എന്തായാലും കുറച്ച് മരം വെട്ടട്ടെ. ഇത് മൊത്തം വെട്ടല്ലേ, നമ്മളെ ചെറിയ പ്ലാന്റ്സൊക്കെ കാണും. നമുക്ക് എന്തായാലും ഇത് വെട്ടട്ടെ. 1 ഇത് കുറേ ഉണ്ടല്ലോ. എന്തായാലും വെട്ടട്ടെ ഫുള്ളും. അങ്ങനെ ഗൈസ് നമ്മൾ മരം വെട്ടിയേക്കണു. ഞാൻ മൊത്തം ഇതാക്കട്ടെ. 64 കിട്ടും ഗൈസ്. നമുക്ക് ഇത് മൊത്തം എടുത്തുങ്ങാണ്ട് ഇനി ഇവിടുന്ന് നാടടക്കലാണ് പണി. ഇനി എല്ലാ കൂട്ടെടുത്തുങ്ങാണ്ട് പിന്നെ ബെഡാണ് കയ്യിൽ വെക്കുന്നുണ്ട്. ബെഡ് ഇതൊക്കെ ഞാൻ ഈ ഒരു സ്ഥലത്ത് മാറ്റട്ടെ. പിന്നെ ബോട്ട് വേണം, ബോട്ട് അടക്കട്ടെ. ഇത് ടൂൾസും കാര്യങ്ങളും പിന്നെ വടി ഇതൊക്കെ ഇവിടെ വെക്കണം. കാരണം അതൊക്കെയാണ് മെയിനും വേണ്ടത്. നമുക്ക് അത് ഫുള്ളും ഇതാക്കിയിട്ട് എന്ത് ചെയ്യാം, ഇത് മൊത്തം ഇതാക്കാം. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോവാം. നമുക്ക് വില്ലേജ് ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ഇത്.
നമുക്ക് ഇതാക്കാം. ഡോറ് 2 3 കിട്ടും ഡോറ്. പക്ഷെ ഞാൻ ഒരു ഡോർ ആ മരത്തിൻ്റെ അവിടെ പോയി വെച്ചിക്കാണ്. നിങ്ങൾക്ക് കാണണ്ടോന്നറിയില്ല. അതവിടെ ഞാൻ അവിടെ കൊണ്ട് വെച്ചിക്ക വെറുതെ. 3 ഡോറൊക്കെ എന്തിനാ മൈൻക്രാഫ്റ്റ് തരുന്നതെന്ന് എനിക്ക് അറിയില്ല. കാരണം നമ്മൾ കൂടുതൽ ആൾക്കാർ 2 ഡോറേ വെക്കുള്ളൂ. പക്ഷെ ഇവർ 3 ഡോറൊക്കെ തരുന്നുണ്ട്. ഇതെന്തായാലും പൊട്ടിക്കട്ടെ. പൊട്ടില്ലല്ലോ. അത് 2 സ്പീഡിലാക്കാനും വെക്കുന്നുണ്ടാവുക. അങ്ങനെ ഗൈസ് നമ്മൾ വുഡും കാര്യങ്ങളൊക്കെ എല്ലാം ഇതാക്കിക്കണു. ഇനി ഇത് കൂടെ ഉള്ളു. നമുക്ക് ബെഡും കാര്യങ്ങളാണ്. നമുക്ക് ബെഡ് കയ്യിൽ വെക്കാം. പിന്നെ ഈ വുഡും കാര്യങ്ങളും ഒക്കെ മാറ്റിയേക്കട്ടെ. കാരണം അത് നമുക്ക് ആവശ്യമില്ല. കാരണം കൂടുതൽ ഞാൻ ബോട്ടും കാര്യങ്ങളും ഉപയോഗിച്ചോട്ടെ. പിന്നെ ഡോറ് ഇവിടെ വെക്കട്ടെ. പിന്നെന്താ ഇതാണ് പിന്നെ മെയിൻ. അതാ പിന്നെ വേണ്ട. പിന്നെ ഇതൊക്കെ ഇവിടെ വെക്കട്ടെ. ഇത് നമുക്ക് മെയിനാണ്. കാരണം എവിടെയെങ്കിലൊക്കെ വെക്കാൻ. അപ്പം എന്നാൽ ഗൈസ് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം നമ്മളെ വില്ലേജ് കപ്പൽ ജോണി. എങ്ങോട്ടാ പോകേണ്ടതെന്ന് എനിക്കും അറിയില്ല. ഞാൻ എന്തായാലും നല്ലൊരു സ്ഥലം തപ്പട്ടെ. എവിടെയെങ്കിലും ഒരു ബോട്ട് എത്തിങ്ങാണ്ട് നമുക്ക് മൊത്തം കറിഞ്ഞൊക്കെ. വില്ലേജ് ഇല്ലാണ്ട് ഇരിക്കൂലേ ഗൈസ്? എവിടെയെങ്കിലും ഒരു വില്ലേജ് ഉണ്ടാവും. 2000 years later. ഗായ്സ് പിന്നെ ഞാൻ കുറേ നേരമായിക്കണം. ഒരു ദിവസമെങ്കിലും ആയിട്ടുണ്ടാവും മൈൻക്രാഫ്റ്റ് ഡേറ്റോ. ഒരു ദിവസമെങ്കിലും ആയിട്ടുണ്ടാവും. ഞാൻ കുറേ നേരം ഇവിടെ തപ്പണം. എനിക്ക് പ്രത്യേകിച്ചിട്ടൊന്നും കാണാനില്ല. ഇതവിടെ ഇങ്ങനെ കുറേ സെറ്റപ്പ് മാത്രമേ ഉള്ളൂ. പിന്നെ അതേപോലെ ഗായ്സ് ഞാൻ വേറൊരു കാര്യം കണ്ടുപിടിച്ചു. നമ്മൾ റീസ്പോൺ ആയ സ്ഥലമാണിത്. നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല. ഫ്ലാഷ് ബാക്ക്. അന്നേക്ക് കിട്ടിയ സംഭവം നോക്കി. ആ സെറ്റ് ഇവിടുന്ന് ഒരു ഗോൾഡ് പൊട്ടിച്ചിരുന്നു. ഇതിൽ ഒന്നും ഉണ്ടാവില്ല. കാരണം അവിടെ നിന്നാണ് നമ്മൾ ആ മറ്റേ എടുത്തുനിന്ന്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഞാൻ എവിടെ സത്യം പറഞ്ഞാൽ നിൽക്കണെന്ന്. ഞാൻ ഒന്നുകൂടി ഈ വില്ലേജ് തപ്പിയിട്ട് കാണാം ഗൈസ്. ഗായ്സ് പിന്നെ ഞാൻ കുറേ നേരമായി തപ്പണു. പക്ഷേ വില്ലേജ് നമുക്ക് കണ്ടുപിടിച്ചാൽ വെച്ചിട്ടില്ല. എന്നാലും കുഴപ്പമില്ല. നമുക്ക് എന്തായാലും എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചണം. അപ്പോൾ ഞാനിനി ഇവിടെ ചെറിയൊരു ടെൻറ്റ് എന്തായാലും കെട്ടുണ്ട്. എന്നിട്ട് കെട്ടിങ്ങാണ്ട് പിന്നെ ഇവിടെ ചെറിയ സെറ്റപ്പ് ആക്കിങ്ങാണ്ട് എന്ത് ചെയ്യണം, ഇവിടെ കുറേ കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കൊക്കെ എടുത്തുകൊണ്ട് സെറ്റാക്കണം. അപ്പോൾ എന്തായാലും ഗൈസ് ഞാൻ ഇവിടെ വെച്ച് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇത് വേണമെങ്കിൽ പാർട്ട് 2 എന്ന് വേണമെങ്കിൽ വരാം. പാർട്ട് 3 നാളെ എന്തായാലും വരും, ഉറപ്പാണ്. അപ്പോൾ എന്തായാലും ഗൈസ് വീഡിയോ കാണുന്ന ഒരു വീഡിയോ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എന്തായാലും ഗൈസ് നാളെ എന്തായാലും കാണാം. അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. എന്നാൽ ബൈ.